തറക്കല്ല് ഇട്ട ദിവസം അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രം, അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ വാർത്ത പത്രത്തിൽ വന്നത് കടൽ കൊള്ള, അതായത് വലിയൊരു കടൽ കൊള്ളയ്ക്കുള്ള കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല 7250 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ 6000 രൂപയുടെ ഭൂമി കുംഭകോണം അഴിമതി ആരോപണം അന്ന് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ, അതുപോലെ മുഖ്യമന്ത്രി അന്നത്തെ സെക്രട്ടറി. ഇന്ന് രാവിലെയും ഞാൻ ചില ചാനലുകളിൽ കണ്ടു അന്ന് ശ്രീ പിണറായി വിജയൻ്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞു, അഴിമതിയാണിത്, പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അദാനിക്ക് അവിഹിതമായി ഭൂമി കൊടുത്തു. ഈ ഭൂമി ഏതാണ്ട് അന്നവിടെ നികത്തിയെടുത്ത 126 ഏക്കർ ഭൂമി ഉൾപ്പെടെ ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ്. 536 കോടി രൂപ ഭൂമി വാങ്ങാൻ സർക്കാർ തന്നെ ചിലവഴിച്ചു. ഇതേ തുടർന്ന് ഉമ്മൻചാണ്ടി എടുത്തൊരു നിലപാട്, എന്ത് തന്നെ അഴിമതി ആരോപണം ഉണ്ടായാലും ഈ പദ്ധതി ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കണ്ടത്. ഇന്ന് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ പദ്ധതി തുടങ്ങണ്ടേ? തുടങ്ങാതെ പറ്റില്ലല്ലോ. ഒരു അന്താരാഷ്ട്ര തുറമുഖത്തിന് ബിഡ് ചെയ്യുക, പാരിസ്ഥിതിക അനുമതി വാങ്ങുക, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നേടുക, അതിൻ്റെ പ്രവർത്തനം തുടങ്ങുക. അതാണ് ഏറ്റവും 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 ശ്രമകരമായിട്ടുള്ള ജോലി. അത് തുടങ്ങിയ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും. എന്തായിരുന്നു ഇച്ഛാശക്തി? ഈ പദ്ധതിയെ അഴിമതി ആരോപണം കൊണ്ടുവന്ന് തകർക്കുക എന്നതായിരുന്നു അന്ന് പ്രതിപക്ഷത്തിൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം. അതിനാണ് ഈ അഴിമതി ഭൂമി കുംഭകോണം പ്രഖ്യാപിച്ചത്. അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് അച്യുതാനന്ദനും പിണറായിയും പറഞ്ഞതിന് തുടർ നടപടികളുണ്ടായി. ഈ പദ്ധതിക്ക് അഴിമതി നടന്നിട്ടുണ്ട് എന്ന ആരോപണം തെളിയിക്കാൻ ആദ്യം വിജിലൻസ് എൻക്വയറി വെച്ചു. ഉമ്മൻചാണ്ടി വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി തുടങ്ങി വെച്ചു. ആ പദ്ധതി തുടങ്ങുക മാത്രമല്ല, അന്ന് അദാനി ഗ്രൂപ്പുകാർ പറയുന്നത് 1000 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കും, 2019 കമ്മീഷൻ ചെയ്യാൻ കഴിയും, കപ്പലടിപ്പിക്കാൻ കഴിയുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത് തുടങ്ങിയത്. ആ പദ്ധതിക്ക് വിജിലൻസ് എൻക്വയറി നടത്തി. വിജിലൻസ് എൻക്വയറിയിൽ തെളിവൊന്നും ഉണ്ടായില്ല. എന്നിട്ടും പിണറായി തൃപ്തരായില്ല. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ വെച്ചൊരു ജുഡീഷ്യൽ എൻക്വയറി നടത്തി. അതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം. ഒരു ഗവൺമെൻറ് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വളരെ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയെ അതിനെ പരിപൂർണമായി തകർക്കാൻ ശ്രമിച്ചു. ആ തകർച്ചയിൽ വകവയ്ക്കാതെ ഉമ്മൻചാണ്ടി എന്ന കർമ്മധീരനായ മുഖ്യമന്ത്രി മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാല ശേഷം ഇത് അഴിമതിയാണ് എന്ന് ആരോപണം തെളിയിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പറയേണ്ടി വരുന്നത് ഇന്നത്തെ അവിടുത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെയൊക്കെ പ്രസംഗം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അവരാരും ഇത് 2013 ഇതിൻ്റെ 25 ഇത് ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. കാരണം എന്താണ്? ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് നിങ്ങൾക്കെടുക്കണം. മറ്റൊന്നുകൂടി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. 2019 പൂർത്തിയാക്കാനുള്ളൊരു പദ്ധതി ഒരു പക്ഷേ ഒരു ടൈം ലാഗ് കൊണ്ട് പല പ്രതിസന്ധികളുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി, അവിടെ ഈ കല്ല് കിട്ടാനുള്ള പ്രയാസങ്ങളുണ്ടായി. അത് ഒരു കൊല്ലം കൂടി നീണ്ടുപോയാൽ മനസ്സിലാക്കാം. എപ്പോഴാണിതിപ്പോൾ? ഇന്നാണല്ലോ ഈ നങ്കൂരമിടുന്നത്, 2025 അല്ലേ? 9 കൊല്ലം വേണ്ടി വന്നു. 9 കൊല്ലം കൊണ്ട് ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യമുള്ളൊരു ഗവൺമെൻറ്റാണെങ്കിൽ 9 കൊല്ലം എടുക്കേണ്ട കാര്യമില്ല. അദാനി ഗ്രൂപ്പുകാർ എല്ലാ പ്രവർത്തനത്തിനും സഹകരിച്ചു. എന്തുകൊണ്ടാണ്? ഇത് സാധാരണ ഒച്ചിഴയുന്നത് പോലെയാണ് ഈ 9 കൊല്ലം വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. ഇതിനിടയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അത് പരിഹരിക്കാൻ
ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ഞാൻ അതിനെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പദ്ധതി ഇന്ന് നടപ്പിലാവുമ്പോൾ, ഇത് ആദ്യത്തെ അതായത് ക്രെയിൻ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് കൂടി പങ്കെടുത്തുകൊണ്ട് ആ യോഗത്തിൽ പറഞ്ഞു, അതുപോലെ തന്നെ അന്നത്തെ MP. ഇതിൻ്റെ പിണറായി സർക്കാരിന് ക്രെഡിറ്റ് കൊടുക്കാനൊന്നും ഞങ്ങൾക്കാർക്കും ഒരു മടിയില്ല. പക്ഷേ ഇതിൻ്റെ സോൾ ക്രെഡിറ്റ് പിണറായി സർക്കാരിന് മാത്രമാണെന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഭ്രൂണാവസ്ഥയിൽ അതിനെ അലസിപ്പിക്കാൻ ശ്രമിച്ചവരാണ് മാർക്സിസ്റ്റ് പാർട്ടിയും ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും. അതുകൊണ്ട് ഇത് ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്. അതിനെ എണ്ണ തേച്ച് കുളിപ്പിച്ച് പോഷകാഹാരം കൊടുത്ത് ഈ നിലയിലാക്കിയത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് എന്ന് സമ്മതിക്കാം. പക്ഷേ അതിൻ്റെ പിതൃത്വം ഉമ്മൻചാണ്ടിക്ക് തന്നെ ചരിത്രം നൽകും, നിങ്ങൾ എത്ര തന്നെ തമസ്കരിച്ചാലും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടി, അന്ന് ഈ ഈ മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ സമരം വന്നപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ആ മത്സ്യത്തൊഴിലാളികളുടെ സമരത്തിന് എതിരായിട്ട് ഒരു നിലപാട് ഗവൺമെൻറ് എടുക്കുക മാത്രമല്ല, അന്ന് മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത്, BJPയുമായി ചേർന്ന് മത്സ്യത്തൊഴിലാളി സമരത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം നമ്മളന്ന് അവിടെ കണ്ടു.